നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വയറ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്ന ക്ലിനിക്കലി പ്രൊവൻ ആയിട്ടുള്ള, അതായത് നമ്മൾ ക്ലിനിക്കലി കുറേ പഠനങ്ങൾക്ക് ശേഷമൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ വയറിലെ കൊഴുപ്പ് പോകും, അല്ലെങ്കിൽ വയറ് കുറയ്ക്കാം എന്ന് തെളിയിച്ച കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. അതിലെടുത്ത് പറയേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഈ വയറിനെ കുറിച്ച് തന്നെ എടുത്ത് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മിക്കവാറും എല്ലാവരും വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം, ഏറ്റവും ആദ്യം വരുന്നത് വയറും ഏറ്റവും അവസാനം പോകുന്നത് വയറാണ്. അപ്പോൾ ഇത് രണ്ടുമാണ്. പക്ഷേ നമ്മളിപ്പോൾ കവിളിൻ്റെ കാര്യം നോക്കിയാലും അതുപോലെ കൈകളായാലും ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം നമുക്ക് ഫാറ്റ് പെട്ടെന്ന് തന്നെ റെഡ്യൂസ് ചെയ്യാം നമ്മളൊന്ന് വിചാരിച്ചാൽ. പക്ഷെ വയറിൻ്റെ കാര്യം വരുമ്പോൾ അത് കുറച്ചൊരു കടുംപിടുത്തമുള്ള ഒരു ഏരിയ ആണെന്ന് മിക്കവാറും ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ്, നമുക്കിതെങ്ങനെയാണ് ഇതിനെ കറക്റ്റായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടക്കുന്നത് നമ്മുടെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ മെറ്റബോളിസം, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാറ്റ് ഡെപ്പോസിഷൻ, നമ്മുടെ മൈൻഡ്, അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഭക്ഷണത്തിന് എത്രത്തോളം ഇതിനകത്ത് പ്രാധാന്യമുണ്ട് എന്നുള്ള പഠനമാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പഠനത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ണം കുറയ്ക്കാൻ എന്ത് ചെയ്യണം, വണ്ണം കൂട്ടാൻ എന്ത് ചെയ്യണം, ആരോഗ്യം നിലനിർത്താനായിട്ട് എന്തൊക്കെ ആഹാരം നമ്മൾ കഴിക്കണം. അങ്ങനെ വണ്ണം കുറയ്ക്കാനായിട്ട്, പ്രധാനമായിട്ടും അടിവയറിലെയും അല്ലെങ്കിൽ വയറിൻ്റെ വണ്ണം കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിക്കുമ്പം എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന, എല്ലാ സ്റ്റഡീസും പറയുന്നത്, നമ്മൾ ആദ്യം മധുരത്തിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മധുരം, നിങ്ങളിപ്പോൾ ഒരു ചലഞ്ചിലാണെന്നിരിക്കട്ടെ, നമുക്ക് 1 മാസം കൊണ്ട് നമുക്ക് മാക്സിമം നല്ല രീതിയിൽ വയറ് കുറയ്ക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മധുരത്തിൻ്റെ സോഴ്സും നമ്മൾ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പം ചിലർ പറയും ഞാൻ ശർക്കര ഇടാം, പഞ്ചസാര ഇടാം, തേൻ ഒഴിക്കാം, ബ്രൗൺ ഷുഗർ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസ് ഒന്നുമല്ലാതെ എല്ലാ രീതിയിലുള്ള ഷുഗറും അതെല്ലാം നമ്മൾ കട്ട് ചെയ്യുക. പിന്നെ ഇപ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്നത്, ഇപ്പം നമ്മുടെ ഇതുണ്ടല്ലോ, ഡേറ്റ്സ് പോലും അമിതമായിട്ട് മധുരം, ഇപ്പോൾ ഫ്രക്ടോസൊക്കെ ആണെങ്കിൽ പോലും അതുപോലും നമ്മൾ ആ ഒരു രീതിയിൽ കൂടുതൽ മധുരം കൊടുക്കുന്ന കാര്യങ്ങൾ മാക്സിമം കുറയ്ക്കാനാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ട ഒരു കാര്യമാണ്. മിക്കവാറും മധുരം കുറയ്ക്കാൻ പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കാം. എന്താ പറയുക, ലോ കാലറി ഷുഗർ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ആദ്യം കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ റിഫൈൻഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും മാക്സിമം കട്ട് ചെയ്യുക. റിഫൈൻഡ് ഐറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? 2 രീതിയിലുള്ള ഐറ്റംസ് ഉണ്ട്. ഒന്ന് ഫ്രഷ്ലി പ്രിപ്പയർഡ്, അല്ലെങ്കിൽ നമുക്ക് അത് അതേപോലെ കിട്ടുന്ന കാര്യങ്ങളുണ്ട്. അത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പ്രോസസ്ഡ് ആയിട്ടും റിഫൈൻഡ് ആയിട്ടും ഒക്കെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പഞ്ചസാര, അല്ലെങ്കിൽ നമ്മളിപ്പം അരിയുടെ കാര്യത്തിൽ വെളുത്ത കളറിലെ അരി, മൈദ, അങ്ങനെ നമുക്ക് വെളുത്ത കളറിൽ കിട്ടുന്ന കാര്യങ്ങളെല്ലാം റിഫൈൻഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ് പ്രശ്നം? നമ്മുടെ മെറ്റബോളിസത്തിനെ ബാധിക്കുകയും നമുക്ക് ഈ ബെലി ഫാറ്റ് കൂടാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഇതുപോലെ തന്നെയാണ് നമുക്ക് പാക്കറ്റ്സിൽ വരുന്ന കാര്യങ്ങൾ, അതായത് പ്രോസസ്സ് ചെയ്ത് വരുന്നത്. ഇതിനകത്ത് വരുന്നത് നഗറ്റ്സ് വരും, ബിസ്ക്കറ്റ്സ് വരും, കുക്കീസ്, ബ്രെഡ്, അങ്ങനെ തുടങ്ങി നമ്മൾ പ്രിപ്പയർ ചെയ്ത് മറ്റൊരു ഫോമിലേക്ക് ന്യൂഡിൽസ് വരും. ഇങ്ങനെ അടുത്തൊരു ഫോമിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളെല്ലാം ഈ ഒരു കാറ്റഗറിയിലാണ് നമുക്ക് വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ചെറിയ അളവിൽ കഴിച്ചാൽ, ഇപ്പം നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ നഗറ്റ്സോ അല്ലെങ്കിൽ സോസേജസോ ഒക്കെ 1-2 ഒക്കെ കഴിക്കുമ്പോൾ തന്നെ ഒരു കുറച്ച് ദിവസം നമ്മൾ അടുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വയറും കാര്യങ്ങളൊക്കെ വയ്ക്കും നമുക്ക് കാണാൻ പറ്റും, എസ്പെഷ്യലി ബെലി ഫാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പാക്കറ്റിൽ വരുന്ന സംഭവങ്ങൾ മാക്സിമം കട്ട് ചെയ്യുക. അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ. ഇനി മറ്റൊരു കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും അളവ് നന്നായിട്ട് കൂട്ടുക എന്നുള്ളതാണ്. ഈ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്ന് മാനസികമായിട്ട് ചെറിയ ബുദ്ധിമുട്ട് വരും. ഈ മധുരമൊക്കെ കട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ചില ആൾക്കാർക്കെങ്കിലും. ചിലർക്ക് വളരെ ഈസിയാണ്. പക്ഷേ രാവിലെയൊക്കെ ചായക്ക് മധുരം ഇടാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്തോ ഒരു ഡിപ്രഷനൊക്കെ വരുന്ന അവസ്ഥയിലേക്ക് ചില ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാക്സിമം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെയാണ് കുറച്ചും കൂടെ ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആണ്.
ഈ പറഞ്ഞതുപോലെ നമ്മുടെ ബെലി ഫാറ്റിനെ കുറയ്ക്കാനും നമ്മുടെ ഫാറ്റ് ഡെപ്പോസിഷൻ കുറയ്ക്കാനും ഒക്കെ നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ വിശപ്പിനെ കൺട്രോൾ ചെയ്യും. ചുമ്മാതെ നമ്മളിപ്പം കഴിക്കുമ്പോഴാണല്ലോ നമുക്ക് വെയിറ്റ് കൂടാനും അല്ലെങ്കിൽ വയറ് കൂടാനും ഒക്കെ ഉള്ള ഒരു സാധ്യത. അപ്പോൾ അത് നമ്മളെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്കൗട്ടിൽ വരുത്തേണ്ട മാറ്റമാണ്. വർക്കൗട്ട് വയറ് കുറയ്ക്കാൻ വർക്കൗട്ട് ഇല്ലാതെ മറ്റു കാര്യങ്ങൾ പെട്ടെന്നൊന്നും വയറൊന്നും കുറയത്തില്ല. അപ്പോൾ അതുകൊണ്ട് വർക്കൗട്ട് വേണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അപ്പോൾ ചിലർ പറയും ഞാൻ 1 മണിക്കൂർ ചെയ്യാറുണ്ട്, 1.5 മണിക്കൂർ ജിമ്മിൽ പോകുന്നുണ്ട്, അല്ലെ അങ്ങനെ കുറേ പേര് പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ഉണ്ട്, HIIT. അത് വളരെ ഇഫക്റ്റീവാണ്. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ 1 മണിക്കൂർ നടക്കുന്നു, 1 മണിക്കൂർ മറ്റുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന എക്സസൈസ് ചെയ്യുന്ന ഒരാൾ എപ്പോഴും പറയുന്നത് വയറിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ ബോഡിയെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് എന്നുള്ള ട്രെയിനിങ് നമ്മുടെ ബോഡി, അത് ഒരു കണക്ഷനാണ് ബ്രെയിനുമായിട്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തിയാൽ മാത്രമേ ബോഡി കുറച്ചും കൂടെ ഫാറ്റ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡാൻസേഴ്സിൻ്റെ കാര്യം എടുക്കാം. നമ്മളിപ്പോൾ പല ഡാൻസേഴ്സും അവർ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു 4-5 മണിക്കൂറൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷേ സ്റ്റിൽ അവർ തീരെയും മെലിഞ്ഞുണങ്ങിയതോ അങ്ങനെയൊന്നും ആയിട്ട് നമുക്ക് പലരെയും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തന്നെ വരിക എന്തുകൊണ്ട് ഇത്രയും നേരം ചെയ്തിട്ടും ഇത് കുറയുന്നില്ല എന്ന്. അതിൻ്റെ ഉത്തരവാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ബോഡി അതുമായിട്ട് അഡാപ്റ്റഡ് ആയി കഴിഞ്ഞു. ഇനി അതിന് മുകളിൽ എന്തെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യസ്തമായ ഏതെങ്കിലും രീതി ഒരു പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് മാറൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക അത് എങ്ങനെയാണ് ഈ വ്യത്യസ്തമായ രീതി? അതായത് നമ്മളിപ്പോൾ ഒരു 20 മിനിറ്റ് എക്സസൈസ് ചെയ്യുകയാണെന്നിരിക്കട്ടെ. ഈ 20 മിനിറ്റിനിടയ്ക്ക് നമ്മളൊരു 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക 1 മിനിറ്റോ അല്ലെങ്കിൽ അതിന് താഴെ അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റിനകത്ത് നമ്മൾ ഒരു ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ട്, ഇപ്പം നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ കുറച്ചും കൂടെ സ്പീഡ് കൂട്ടി ഒന്ന് ജോഗ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ഓടുകയോ ചെയ്യുക. പക്ഷേ വാമപ്പ് ഇല്ലാതെ നമ്മളത് ചെയ്യാൻ പാടില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പതുക്കെ സ്ലോ ആയിട്ട് തുടങ്ങി ആ പേസിനെ ഒരു 1 to 2 മിനിറ്റ്സ് ഒന്ന് കൂട്ടുമ്പോഴത്തേക്ക് ബോഡിക്ക് ഇതെന്താണ് നടക്കുന്നതെന്ന് അറിയാത്ത ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മളൊരു 10 മിനിറ്റ് നോർമലായിട്ട് ഇത് ചെയ്തിട്ട് വീണ്ടും ഒരു ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെല്ലിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. അതിപ്പോൾ നമ്മൾ പലപ്പോഴും ജിമ്മിൽ ചെയ്യുമ്പോഴൊക്കെ ട്രെയിനേഴ്സ്, നിങ്ങൾക്ക് നല്ല ട്രെയിനേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് അറിയാവുന്ന കാര്യമാണ്. അവർ നന്നായിട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അതല്ല നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിലും അതിൻ്റേതായ പല വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിളാണ്. നിങ്ങൾക്ക് അത് ചെയ്യാം. പിന്നെ വയറ് തന്നെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ ഈ ഹൈ ഇൻറ്റൻസിറ്റി ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും ഫ്ലോർ എക്സസൈസിൽ അബ്ഡമിനൽ എക്സസൈസസ് നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ യോഗയിൽ തന്നെ പല പോസ്ചേഴ്സും ഉണ്ട്. ഇതൊക്കെ നമ്മുടെ പിറ്റ്യൂട്ടറിയും തൈറോയിഡിനെയും പാരാതൈറോയിഡിനെയും ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഹോർമോണൽ ഇംബാലൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കറക്റ്റായി നമുക്ക് കിട്ടും. പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, യോഗയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വയറ് മാക്സിമം നല്ല കുറവായിരിക്കും. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോൺസിൻ്റെ ലെവൽ കറക്റ്റ് ആവുന്നതുകൊണ്ടാണ് അത്തരത്തിൽ വളരെ സുഖപ്രദമായിട്ടുള്ള ആസനാസ് ചെയ്യുമ്പോൾ പോലും നമുക്കത് കുറയുന്നത്. അപ്പം ഇത് നിങ്ങളെപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അധികം ഒന്നും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഉറക്കം എന്ന് പറയുന്നത്. ഉറക്കവും ഈ വയറിൻ്റെ ഫാറ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഈ ഉറക്കവും ഇതുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കം കുറയുമ്പോൾ നമുക്ക് സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോളിൻ്റെ ലെവൽ കൂടി വരും. ഈ കോർട്ടിസോൾ എന്ന് പറയുമ്പോൾ തന്നെ വയറിൻ്റെ വണ്ണം, അവിടുത്തെ ഒരു ഫാറ്റ് ഡെപ്പോസിഷൻ, അതുപോലെ മുഖത്തിനിങ്ങനെ കടുപ്പം പോലെ ഇരിക്കുന്നത്, ഇതൊക്കെ കൂട്ടുന്ന ഡബിൾ ചിന്നൊക്കെ കൂട്ടുന്നൊരു സാധനമാണ് ഈ കോർട്ടിസോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറക്കം എന്ന് പറയുന്നത് ഒരു 7 to 8 hours നമ്മൾ പറയുമ്പോൾ അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ലീപ്പ്, ഒരു അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു സ്ലീപ്പായിട്ട് ഉറക്കത്തിന് ഒരു ഭംഗമില്ലാത്ത രീതിയിൽ നമുക്ക് ഉറങ്ങാൻ പറ്റുമെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് നമ്മുടെ ബോഡിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു സ്ലീപ്പ് ഹൈജീൻ എന്ന് തന്നെ നമ്മൾ പറയും. അത്തരത്തിലുള്ളൊരു വൃത്തിയും വെടിപ്പുമുള്ള ഒരു ഉറക്കശീലം നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ പലതും നമ്മൾ രാത്രി കാലങ്ങളിൽ ഒഴിവാക്കുക. അതായത് ഇപ്പോൾ അനാവശ്യമായ ചിന്തകളാകാം, അനാവശ്യമായ വാഗ്വാദങ്ങളാകാം. ഇപ്പം നമ്മൾ ഫോണിൽ നോക്കുന്നതായാൽ പോലും നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആക്കുന്ന പല കാര്യങ്ങളുണ്ട്. നമുക്ക് ചില ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള നമ്മുടെ മനസ്സിനെ അലട്ടുന്ന രീതിയിലുള്ള ചില വിഷ്വൽസ് ഉണ്ടാവാം, വാർത്തകളുണ്ടാവാം, അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ കാണുന്ന ചില സീരീസ്, ഇപ്പോൾ ഒരുപാട് രീതിയിലുള്ള നെറ്റിൽ വരുന്ന കുറേ സീരീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു പക്ഷേ നമുക്ക് ഡിസ്റ്റർബിംഗ് ആയിരിക്കാം. ഇതൊക്കെ രാത്രി നമ്മളെ ഹോണ്ട് ചെയ്യാം ഉറക്കത്തിലൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി നമ്മൾ രാത്രി കാലങ്ങൾ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഒഴിവാക്കുക. മാക്സിമം ഇതിനെ രാത്രിയിൽ ഉറങ്ങി തന്നെ നമ്മുടെ ഉറക്കത്തിനെ കറക്റ്റ് ചെയ്യുക. അതാണ് ഒരു സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുന്നത്. കൃത്യമായ സമയത്ത് കിടക്കുകയും
കൃത്യമായ സമയത്ത് ഉറങ്ങുകയും ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരു രീതി നമ്മൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുക. അതുവഴി തന്നെ സ്ട്രെസ്സ് കുറയ്ക്കാനും കോർട്ടിസോളിൻ്റെ ലെവൽ കുറയ്ക്കാനും നമുക്ക് നല്ല രീതിയിൽ അടുത്ത ദിവസം എനർജറ്റിക് ആയിട്ട് എഴുന്നേൽക്കാനും അതുവഴി നമ്മുടെ എന്താ പറയുക ബിഞ്ച് ഈറ്റിംഗ് പോലെ വെറുതെ ആഹാരം കഴിക്കുന്ന ഒരു സ്ട്രെസ് ഈറ്റിംഗ് ഒക്കെ നമുക്ക് കുറയ്ക്കാനും ഒക്കെ സാധിക്കും. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞത് ബെലി ഫാറ്റ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്ന സയൻറ്റിഫിക്കലി പ്രോവൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ 5 കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നും തീർച്ചയായിട്ടും പറയുക. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒരുപാട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. മെനക്കെടാതെ നമുക്ക് ഈ ലോകത്ത് ഒരു കാര്യവും നടത്താൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് നമ്മളിതെല്ലാം ചെയ്യണം എന്നുള്ളതും. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്.